ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നൊരു റാഗി കുറുക്കാണ്, അതായത് കൂരവ് കുറുക്ക്, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന കൂരവ് കുറുക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ആദ്യം തന്നെ പനങ്കൽക്കണ്ട് ഉരുക്കുകയാണ് ചെയ്യുന്നത്. കാരണം പനങ്കൽക്കണ്ട് ഉരുക്കി എൻ്റെ സ്റ്റോക്ക് തീർന്നു പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പനങ്കൽക്കണ്ട് ഇപ്പോൾ ആവശ്യത്തിന് മാത്രം എടുത്തുകൊണ്ട് നന്നായിട്ട് ആ പനങ്കൽക്കണ്ട് കഴുകണം. കഴുകിയതിന് ശേഷം മാത്രമേ നമ്മൾ ഉരുക്കാവുള്ളൂ. അപ്പോൾ അതിന് ഉരുകാനുള്ള വെള്ളവും വെച്ചു. അപ്പോൾ കുറച്ച് ഇന്നത്തേക്ക് മാത്രം വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് ഉരുക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയത് പനങ്കൽക്കണ്ടും കരിപ്പോട്ടിയും നല്ലതാണ്. ഒരു കാരണവശാലും ശർക്കര കൊടുക്കാൻ നിൽക്കരുത്. അപ്പോൾ നമ്മുടെ പനങ്കൽക്കണ്ട് ഉരുവിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചതിന് ശേഷം മാത്രമേ കുറുക്കിൽ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് കുറുക്കുണ്ടാക്കാം. ഒരു പാത്രം എടുത്തു, അതിനകത്ത് നമ്മുടെ റാഗി, അതായത് കൂരവ് പൊടി ഇടുന്നു. അപ്പം കുട്ടികൾക്ക് എത്രയാണോ കഴിക്കുന്ന ക്വാണ്ടിറ്റി അതനുസരിച്ചിട്ട് എടുക്കുക. ഇനി ആവശ്യത്തിന് പാല് ചേർക്കുക. ഇപ്പോൾ 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ പാല് ചേർക്കാതിരിക്കുക. നോർമൽ വെള്ളത്തിൽ കുറുക്കി കൊടുക്കാവുന്നതാണ്. നമ്മളിത് കട്ട കെട്ടാതെ ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ഒഴിക്കുക. വെള്ളമാണോ പാലാണോ ഒഴിക്കുക. തോനെയും വെള്ളമായാലും പാലായാലും ഒഴിക്കുകയാണെങ്കിൽ അത് കട്ട കെട്ടും. പിന്നെ നമ്മൾ ഒരു സ്മൂത്തായിട്ട് വരത്തില്ല. ഇനി നമുക്ക് പനങ്കൽക്കണ്ട് ഉരുക്കി വെച്ചേക്കുന്നത് ഒഴിക്കാം. ആവശ്യത്തിന് മധുരത്തിനനുസരിച്ചിട്ട് പനങ്കൽക്കണ്ട് ഒഴിക്കുക. നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതാണ് ആ ഒരു കുറുക്കിൻ്റെ പരുവം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതൊന്നും മൂട്ടിപ്പിടിക്കാതെ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ചെറിയ തീയിൽ തന്നെ ഇട്ട് വേവിക്കണം ഇത്. അല്ലെങ്കിൽ ഇത് വേവത്തുമില്ല, പെട്ടെന്നങ്ങ് കുറുകിപ്പോവും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇത് നന്നായിട്ട് വെന്താൽ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് കുടിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇത് ഒരുവിധം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു കുറുവി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവമാണ് അവനിഷ്ടം കേട്ടോ, കഴിക്കാൻ മോനിക്കിഷ്ടം. അപ്പോൾ നമ്മുടെ കൂരവ് കുറുക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികളുടെ ഒരു ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഏറ്റവും എന്ന് വെച്ചാൽ ഒഴിവാക്കാൻ പാടില്ലാത്തൊരു ഫുഡാണ് ഈ കൂരവെന്ന് പറയുന്നത്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ കൂരവ് കൊണ്ടുള്ള ആഹാരങ്ങൾ ഒരുപാട് ട്രൈ ചെയ്യാൻ പറ്റും. നമുക്ക് ഇപ്പോൾ കുറുക്ക് തന്നെ ഉണ്ടാക്കി കഴിക്കണമെന്നൊന്നുമില്ല. പുട്ട്, അങ്ങനെ ദോശ, അങ്ങനെയൊക്കെ എല്ലാം വെറൈറ്റികളൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു തൈറോയ്ഡ്, PCOD ഇങ്ങനെയുള്ള പ്രശ്നക്കാർക്ക്, ഷുഗർ, ഇവർക്കൊക്കെ ഡോക്ടേഴ്സ് പറയുന്നത് ഏതെങ്കിലും ഒരു നേരം നമ്മൾ റാഗിയുടെ ഫുഡ് കഴിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.